ഹായ്, സുഖല്ലേ? ഇഡ്ഡലിക്കും ദോശയ്ക്കും സാമ്പാറും ചട്നിയും കൂട്ടും അടുത്തില്ലേ? വഴുതിനിഞ്ഞ കോസുമല്ലി ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ, 10 മിനിറ്റ് മതി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ, ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു 3 വഴുതിനിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് കേട്ടോ. അപ്പോൾ തക്കാളി ഇതൊക്കെ കഷ്ണമൊക്കെ ഞാൻ നന്നായി കഴുകി വെച്ചതാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് തോലും കളഞ്ഞു, മറ്റേ വഴുതിനിങ്ങയുടെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുള്ളൂ. ഇനി വഴുതിനിങ്ങയൊക്കെ ഒന്ന് നടുവ് മുറിച്ച് നോക്കിക്കോളൂ, പുഴു ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് 2-3 വിസിലടിച്ചോട്ടെ, നന്നായി കുഴയണം, വേവട്ടേട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഒരു വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 കേട്ടോ. ഞാനിവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടി ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ഇടില്ല, അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്തോളൂ. പിന്നെ വേണ്ടത് കുറച്ച് മല്ലി തല വേണം, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല വേണം. അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും നമ്മുടെ കഷ്ണം എന്താ നന്നായി വെന്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനൊരു പാത്രത്തേക്ക് ഇടാം. എന്നിട്ട് വഴുതിനിങ്ങയുടെയും തക്കാളിയുടെയും തോലൊക്കെ എടുത്ത് കളയാട്ടുള്ളൂ, നമുക്കതൊന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോയെന്ന് പറയൂട്ടുള്ളൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ വെന്ത കഷ്ണമൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കഷ്ണം വെന്ത വെള്ളമില്ലേ, അത് കളയണ്ട കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട് എടുത്തു വയ്ക്കും. അത് നമുക്ക് ഈ കൂട്ടാനിലേക്ക് ചേർത്തി കൊടുക്കാനുള്ളതാണ്. ഇനി ഈ പച്ചക്കറി എല്ലാം കൂടി നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം, നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിൽ പുളി ചേർത്തിട്ടുണ്ടാക്കും, പുളി ചേർക്കാതെ ഉണ്ടാക്കുള്ളൂ. പുളിയില്ലാത്ത ദോശയ്ക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി പുളി ഇട്ടിട്ടുണ്ടാക്കിക്കോളൂ. പക്ഷേ പുളി ഇല്ലാതെ ഉണ്ടാക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. ഇന്ന് ഞാൻ പുളിയില്ലാത്ത ദോശ ഉണ്ടാക്കണ കാരണമാണ് ഒരിത്തിരി പുളി ഇടുന്നത്. ഇതിൽ പുളി കൂടുതലായ ഈ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ പുളി ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിടണം കേട്ടോ. ഇനി വെളിച്ചെണ്ണയിൽ കുറച്ച് നമുക്ക് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില അതിട്ടിട്ട് നന്നായിട്ട് മൂക്കുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടി ഒന്ന് വഴറ്റണം, ഫ്രൈ ആവരുത് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണം, പുളി വളരെ കുറച്ചേ വേണ്ടൂ. ഇതിൽ വെറും തക്കാളി മാത്രം ഇട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പുളി ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ഞാൻ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആവരുത്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം, മാതിരി ഒന്ന് നന്നായി വഴറ്റി എടുക്കണം. ഇനി നമ്മൾ കഷ്ണം വേവിച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളുടെ പുളി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. ഞാൻ ഒട്ടും പുളിയില്ലാത്ത അപ്പം തന്നെ അരച്ച അപ്പയ്ക്ക് ഉണ്ടാക്കണ ദോശയാണ് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പുളി ഒഴിക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പൊട്ട് ശർക്കര ഇടാൻ മറക്കരുത് കേട്ടോ. ഞാനിതിലൊരു പൊട്ട് ശർക്കര ഇട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആ വീഡിയോ കിട്ടിയില്ല, കട്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല പുളിച്ച ദോശയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ഒഴിക്കാത്ത കൂട്ടാനുണ്ടാക്കിയോളൂ കേട്ടോ. അതല്ല അടദോശയോ പരിപ്പ് ദോശയൊക്കെ ആണെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശർക്കര ഇടാൻ മറക്കരുത്. ഇതപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടില്ലേ, നമ്മുടെ പച്ചക്കറി ഉടച്ച് വെച്ചിട്ടില്ലേ വേവിച്ചത്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഈ വെളിച്ചെണ്ണയും ഇതൊക്കെ ആകുമ്പോൾ നല്ല മണമാണ്. പ്രത്യേകിച്ച് പറയാട്ടോ, വറുത്തിടുന്ന സമയത്ത് ഉഴുന്നുപരിപ്പ് നല്ലോണം കുറച്ച് ഒരു വലിയ സ്പൂൺ ഇട്ടോളൂ കേട്ടോ. അത് അവിടെയും കൂടെയൊക്കെ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റിയാണ്. കടലപ്പരിപ്പ് ഇഷ്ടമുള്ളവർ അത് ഇട്ടോളൂ. ഇനി ഇതിലേക്ക് വേണ്ടത്, നന്നായി തിളച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഇതിൽ നല്ലോണം ഒരു പിടി നിറച്ചും നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില കൂടി ഇട്ടിട്ട് നമ്മുടെ കറി ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചോളൂ. അപ്പോൾ നോക്കൂ, നല്ല കറിയാണിത്, നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടി നല്ല പൊങ്കലിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ പൊങ്കലിൻ്റെ കൂടെ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ പറയൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതാ നമ്മുടെ കോസുമല്ലി റെഡി ആയിട്ടുണ്ട്. ഇതൊരു തമിഴ്നാട് ഡിഷാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.